നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ളൊരു ആശങ്കയിലാണ് ഇരു രാജ്യങ്ങളും. ഇതിനോടകം തന്നെ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള ഭീഷണി നൽകിക്കഴിഞ്ഞു. പാകിസ്ഥാനും അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്നാണ് പാകിസ്ഥാനും വെല്ലുവിളിച്ചിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇസ്ലാമാബാദിൽ ലാഹോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ ലാഹോർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടേണ്ട എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണ് ലാഹോറിലേത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പാക് ആർമിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ ഒരു ടയറിന് പെട്ടെന്ന് തീ പിടിച്ചതാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതായത് പാക് സൈനികരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. നേരത്തെ ലാഹോർ എയർപോർട്ടിന് തീ പിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഷോർട്ട് സർക്യൂട്ട് കാരണമായിരുന്നു തീപിടുത്തം. തുടർന്ന് വിമാനത്താവളത്തിന്റെ മേൽക്കൂരയടക്കം തകർന്നു വീണിരുന്നു. കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടന വേളയിലായിരുന്നു സംഭവം. ഏതായാലും ഇപ്പോൾ യുദ്ധ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈനിക വിമാനത്തിന് തീ പിടിച്ചതടക്കം ഇപ്പോൾ ചർച്ചയിലാണ്. ചിലപ്പോൾ അജ്ഞാതർ പണി തുടങ്ങിയതായിരിക്കാം എന്നുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും സൈനിക വിമാനമായിരുന്നു, മറ്റാർക്കും പരിക്കില്ല. ഉടൻ തന്നെ അടിയന്തരമായി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇനി എന്താണ് ഇതിന് പിന്നിൽ? ഇപ്പോൾ വിമാനത്താവളത്തിന് പെട്ടെന്ന് തീപിടിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ചു വരികയാണ്.